ഇപ്പൊ എൻ്റെ ഫോണിന് നെറ്റ് സ്ലോ ആണ്. അതിനെന്തേ മാർഗം ഉണ്ടോ? അതിന് മാർഗം ഉണ്ടല്ലോ. എൻ്റെ ഫോൺ 4G ആ? 4G ആണ്. സിമ്മും 4G ആയിരിക്കണം. സിമ്മും 4G. റീചാർജ് ചെയ്തേ? ഞാൻ 2G ഡെയിലി 2G അതാണ് കയറ്റിയത്. ഡെയിലി 2GB പാക്കല്ലേ? എന്നാൽ കുറച്ച് സംഭവങ്ങളുണ്ട്. മിക്ക ഫോണിലും എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫോണിൽ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോയാലും അതുപോലെ തന്നെ പിന്നെ പ്ലേ സ്റ്റോറിലും ഈ ഡാറ്റ ബൂസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അതൊന്നും ഇനി ചെയ്ത് നോക്ക്, ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം. ഓക്കെ. ഒട്ടുമിക്ക ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ 4G നെറ്റ്വർക്ക് ഉണ്ടായിട്ട് പോലും സ്പീഡില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവില്ല. ഒരു കറക്കം വരുത്തുന്നുണ്ട്. നമ്മൾ വീഡിയോ ഒക്കെ ബ്രൗസ് ചെയ്യുമ്പോൾ ഒരു കറക്കം വരാണ്ട്, ദേഷ്യം വരാണ്ട്. കാരണം നമ്മൾ ഡെയിലി 2GB നെറ്റുള്ള പാക്ക് റീചാർജ് ചെയ്തിട്ട് നെറ്റ് സ്പീഡില്ലെങ്കിൽ അത് വല്ലാത്തൊരവസ്ഥ തന്നെ ആയിരിക്കും. പക്ഷേ അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താ പറയുക, നെറ്റ് സ്പീഡില്ലാത്ത ടൈമിൽ ഡാറ്റ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ നമ്മൾ ഫോണുകളിൽ കുറച്ച് സെറ്റിങ്സും ഉണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ എന്താ പറയുക കറക്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു പരിധി വരെ നമുക്കൊന്ന് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ മൈ ട്രിപ്പ് ആൻഡ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫോണിലെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷനുമായിട്ട് പെർമിഷൻ ഓണായി കിടക്കുന്ന കാണാം. എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനിലെ ഈ പെർമിഷനൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ചെറിയ രീതിയിൽ ഫോണിൻ്റെ ഭാഗത്ത് നമുക്ക് നെറ്റിൻ്റെ പെർഫോമൻസ് കുറച്ചൊന്ന് കൂട്ടാൻ കഴിയും. ഇനി രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡാറ്റ ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നമുക്ക് സുരക്ഷിതമായ ഒരു ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നെറ്റിൻ്റെ സ്പീഡ് ചെറിയ രീതിയിൽ നമുക്ക് കൂട്ടാൻ പറ്റും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഫോണിൻ്റെ ഡയലിൽ പോയിട്ട് ***4636# എന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു വിൻഡോ ഓപ്പണായി വരുന്നതാണ്. അതിൽ ഫോൺ ഇൻഫർമേഷൻ, ബാറ്ററി ഇൻഫർമേഷൻ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും. അതിൽ നമുക്ക് ഫോൺ ഇൻഫർമേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ IMEI, ഫോൺ നമ്പർ, കറണ്ട് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ കാണിക്കും. അതിന് തൊട്ടടുത്ത് തന്നെ റൺ പിങ് ടെസ്റ്റ് എന്ന് കാണാൻ കഴിയും. അതിൽ നമ്മൾ റൺ പിങ് ടെസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരല്പം മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് റീഫ്രഷ് എന്ന് കാണിക്കും. അതിൽ റീഫ്രഷിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോണിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നെറ്റിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് സ്പീഡ്? നേരത്തെ കാണാൻ കുറച്ച് കൂടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഒരു പരിധി വരെ നിങ്ങൾക്ക് സ്പീഡ് ലഭിക്കും, അത് ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ എല്ലാ സ്മാർട്ട് ഫോണിലും ഞാൻ ഈ പറഞ്ഞ ഓപ്ഷനുകളില്ല. അതുകൊണ്ട് ഒട്ടുമിക്ക ഫോണുകളൊക്കെ ഈ ഒരു സംഭവം വർക്കൗട്ട് ആവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതിപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചേക്ക്. ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയുടെ കാണാം.